ഹലോ കൂട്ടുകാരെ, നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഡിസംബറിൽ ട്രെൻഡിങ് ആയിട്ട് നമ്മൾ തിയേറ്ററുകളിൽ കളിച്ച കുറച്ച് സിനിമകൾ റിലീസ് ഉണ്ട്. അതിനെ പറ്റിയിട്ടാണ്. ഫസ്റ്റ് തന്നെ ഐ എം കാതൽ എന്ന് പറഞ്ഞ നസ്ലിൻ്റെ പടം പ്രേമലുവിന് ശേഷം ഒരു അത്യാവശ്യം മോശമില്ലാത്ത ഒരു ഹൈപ്പിലെല്ലാം വന്നൊരു പടമാണ്. ഒരു ഹാക്കറായിട്ടാണ് അവൻ അതിൻ്റെ അകത്ത് ഒരു ആവറേജ് റെസ്പോൺസേ തിയേറ്റർ വൈസ് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ പ്രേമലു ലെവലിലെ പടമല്ല, അതും ഇതും തമ്മിൽ എൻ്റയർലി ഡിഫറൻസ് ആണ്. കാരണം ഇത് വേറെ തന്നെ ഒരു ലെവലിൽ ആ സത്യം പറഞ്ഞാൽ ആ പ്രേമലു കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഇറക്കി നോക്കിയതാണ്. കാരണം ആവറേജ് റെസ്പോൺസേ ഇതിൻ്റെ അകത്ത് നിന്ന് കിട്ടിയിട്ടുള്ളൂ അത് ഞാൻ പറയുന്നുണ്ട്, തിയേറ്റർ റെസ്പോൺസ്. അപ്പോൾ ആ പടം ഇപ്പോൾ OTT പാസ്സായിട്ടുണ്ട്. അതിൻ്റെ ഡേറ്റ് നമുക്ക് നോക്കാം. അപ്പോൾ അത് OTT കിട്ടിയിരിക്കുന്നത് മനോരമ മാക്സിനാണ്. അത് സാറ്റലൈറ്റ് മഴവിൽ മനോരമ. പിന്നെ അത് ഡിസംബർ 20-നാണ് മനോരമ മാക്സ് റിലീസ് ചെയ്യുന്നത്. OTT റിലീസ് ചെയ്യുന്നത് ഡിസംബർ 20 മനോരമ മാക്സിൽ. ഓക്കെ. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മളൊരു DNA എന്ന് പറഞ്ഞ സിനിമ. നമിത പ്രമോദ്, റിയാസ് ഖാനും അസ്കർ കൂടി. അസ്കർ നമ്മളെ മമ്മൂക്കൻ്റെ കസിനാണ്, മമ്മൂക്കൻ്റെ പെങ്ങളെ മോനാണ് ഈ അസ്കർ എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ അത്യാവശ്യം ആവറേജ്, ഒരു മോശമില്ലാത്ത ഒരു ആവറേജ് ലെവലിൽ പോയ ഒരു പടമാണ്. ഫ്ലോപ്പ് എന്നൊന്നും പറയാനില്ല, അത്യാവശ്യം ഒരു ആവറേജ് ലെവലിലുള്ള ഒരു പടമാണ്. അത് ഇറങ്ങാൻ പോകുന്നത് OTT റിലീസ് ചെയ്യുന്നത് ഡിസംബർ 14 റിലീസാകുന്നുണ്ട്. അത് സൈന പ്ലേയിലാണ് റിലീസാകുന്നത്. ഡിസംബർ 14 സൈന പ്ലേയിൽ. അത് മനോരമ മാക്സിനുള്ള സൈന പ്ലേയിലാണ് DNA എന്ന് പറഞ്ഞ പടം റിലീസാകുന്നത്. ഓക്കെ. പിന്നെ അടുത്ത പറയാൻ പോകുന്നത് വേറെ ഒന്നല്ല, അത് ജനുവരി റിലീസാകുന്ന OTT റിലീസാകുന്ന ഒരു പടമാണ്. ഇപ്പം കളിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പടമാണ്, വേറെ ഏതുമല്ല, നമ്മൾ അല്ലു അർജുൻ്റെ പുഷ്പ 2. അത് റിലീസാകുന്നത് OTT റിലീസാകുന്നത് ഏകദേശം ജനുവരി 1st വീക്കിന് OTT റിലീസ് ഉണ്ട്. അത് നെറ്റ്ഫ്ലിക്സ് ആണ് OTT അവകാശം കിട്ടിയത്. പുഷ്പ 2 അതേ കറക്റ്റാണ്. പുഷ്പ 2 ഇറങ്ങാൻ പോകുന്നുണ്ട്. OTT റിലീസ് ജനുവരി 1st വീക്കിൽ ഇറങ്ങും. നെറ്റ്ഫ്ലിക്സ് വഴി ഇറങ്ങുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ അതാണ് പുഷ്പ 2 ആണ്. ഒന്ന് നമ്മളിവിടെ കേരളത്തിൽ വിജയിച്ചിട്ടില്ലാന്നേ ഉള്ളൂ കേട്ടോ. ബാക്കി എല്ലാ സ്ഥലത്തും അത്യാവശ്യം നല്ല റെസ്പോൺസാണ്. അതിലിപ്പോൾ നമ്മൾ കേരളക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇന്നലെ ആട്ടം നോക്കുമ്പോൾ, യെസ്റ്റർഡേ നോക്കുമ്പോൾ 700 കോടി അങ്ങനെ എത്രയോ കടന്ന്, 700 കോടിയിൽ മേലെ കടന്നെന്നാണ് പറയുന്നത് നിൽക്കുന്നത്. ബോളിവുഡിലെല്ലാം നല്ല തരംഗം സൃഷ്ടിച്ചൊരു പടം പുഷ്പ 2. ഇത് നമ്മൾ പറഞ്ഞില്ലേ, നമ്മളത് ഏറ്റെടുത്തതിന് ശേഷം നമ്മൾ അത്യാവശ്യം ആൾക്കാർ ഒരു ആവറേജ് ലെവലിലേ ആ പടം നമ്മൾ കൊണ്ടുപോയിട്ടുള്ളൂ. ബാക്കി എല്ലാ സ്ഥലത്തും അത്യാവശ്യം നല്ലൊരു ആവറേജിന് മേലെ കടന്ന് ഇപ്പം കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പടമാണ് പുഷ്പ 2. പക്ഷേ അതിൻ്റെ OTT കിട്ടിയിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സിൽ ജനുവരി 1st വീക്കിൽ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഓക്കെ. പിന്നെ നമുക്ക് അടുത്ത നോക്കാം. അടുത്ത നമ്മളെ ഹലോ മമ്മി ഷർഫുദ്ദീനും ഐശ്വര്യ അങ്ങനെയുള്ളൊരു പടമാണ്. ഏകദേശം തിയേറ്ററിൽ വിജയിച്ച പടമാണ്. ഇപ്പം കളിച്ചുകൊണ്ടിരിക്കുക കണ്ണൂർ സവിതയിൽ ഇപ്പം ഉണ്ട്. എൻ്റെ ഒരു ഇതിൽ ഞാൻ ഇന്നലെ വരെ അതിലൂടെ പാസ് ചെയ്യുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഹലോ മമ്മി, അതായത് കോമഡി നൈസായിട്ട് ഹൊററും ഉൾപ്പെടുത്തിയിട്ടുള്ള പടമാണ്. ഏകദേശം 10 കോടിക്ക് മേലെ അതിന് കിട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ റേഞ്ചിൽ മോശമില്ലാത്ത ലെവലിലുള്ളൊരു പടം. അത് അപ്രോക്സിമേറ്റ് 10 കോടിക്ക് മേലെ കിട്ടിയിട്ടുണ്ട്. OTT അവകാശം കിട്ടിയിരിക്കുന്നത് മനോരമ മാക്സിനാണ്. ഇത് ക്രിസ്മസ് സ്പെഷ്യലായിട്ട് മനോരമക്കാർ ഇറക്കുന്ന ഒരു പടമാണ്. ഡിസംബർ 25. ഞാൻ ഇന്നലെയും പറഞ്ഞു ക്രിസ്മസിന് പണി അങ്ങനത്തെ സിനിമയെല്ലാം ഇറങ്ങുന്നുണ്ട് ഇന്നലത്തെ വീഡിയോയിൽ. അപ്പോൾ ഇന്ന് അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഹലോ മമ്മിയും മനോരമ മാക്സിൽ ഡിസംബർ 25 ഇറങ്ങുന്നുണ്ട്. ഒരു ക്രിസ്മസ് സ്പെഷ്യലായിട്ടാണ് ഹലോ മമ്മി. അത്യാവശ്യം നല്ല പടം തന്നെയാണ്, ഞാൻ കണ്ട പടം. നല്ല ഷറഫുദ്ദീൻ്റെ നല്ലൊരു കോമഡി ഹൊറർ പടം തന്നെ പറയാം. അത്യാവശ്യം മോശമില്ലാത്ത ലെവലിൽ ആവറേജിന് മേലെ കിടക്കുന്ന ഒരു പടമാണ് ഹലോ മമ്മി. അത് ഇതിൻ്റെ ഇടയ്ക്ക് പുഷ്പ ഇറങ്ങി. പിന്നെ അതിൻ്റെ നടുക്കെല്ലാം 1-2 ബിഗ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞ പടങ്ങൾ ഇറങ്ങി. അതിൻ്റെ ഇതിൽ പിന്നെ സൂക്ഷ്മ ദർശിനി ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇതിനെ വലിങ്ങനെ ശ്രദ്ധിക്കപ്പെട്ടില്ല. അല്ലെ ഇതിലും മേലെ ആ പടം എത്തിപ്പെടുകയും ഹലോ മമ്മി. ഇതിൻ്റെ നടുക്ക് ഒപ്പരം തന്നെ സൂക്ഷ്മദർശിനി. ഇപ്പോൾ സവിത സരിത സമുദ്ര സാഗരം, ഇതാണ് നമ്മളെ ഫിലിം സിറ്റി കണ്ണൂർ സവിത പടന്നപ്പാലം.
അപ്പോൾ അവിടെ പോയപ്പോൾ സബിതയിൽ സൂഷ്പ ദർശിനി കളിക്കുന്നുണ്ട്. ഇത് ഹലോ മമ്മി അവിടെ ഉണ്ട്, സരിതയില സമുദ്രയിലൊക്കെ ഉണ്ട്. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഹലോ മമ്മി സൂക്ഷ്മദർശിനിയെക്കാട്ടിയും അടിപൊളി സിനിമയാണ്, നല്ല സിനിമയാണ്. അതിൻ്റെ ഒരു വ്യത്യാസം. പക്ഷേ എന്തുകൊണ്ടോ സൂക്ഷ്മദർശിനി ഇങ്ങനെ നൈസായിട്ട് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ വേറെ ഒന്നും പറയുന്നില്ല അതിനെ പറ്റിയിട്ട്, അത് ഓരോരുത്തരുടെ ഇഷ്ടം. പിന്നെ അടുത്ത് ഇറങ്ങാൻ പോകുന്നതാണ് നമ്മളെ ദിലീപ് ഏട്ടൻ്റെ തങ്കമണി എന്ന് പറഞ്ഞ ഫിലിം. കുറേ നാളായി ആ സിനിമ ഇറങ്ങിയിട്ട്, പക്ഷേ OTTന് അവകാശം ആയിരിക്കും കിട്ടിയിട്ടില്ലായിരുന്നു. അതും ഇറങ്ങാൻ പോകുന്നുണ്ട്. അത് ഇറങ്ങാൻ പോകുന്നത് ഡിസംബർ 3rd വീക്കോട് കൂടിയിട്ട് ഇറങ്ങും. അത് ആമസോൺ പ്രൈമിലാണ്, അവർക്കാണ് ഇതിൻ്റെ അവകാശം കിട്ടിയിട്ടുള്ളത്. അതൊരു റിയലിസ്റ്റിക് സ്റ്റോറിയാണ്. ഞാൻ കണ്ടിട്ടുണ്ട്. ഇത്രക്ക് ഫ്ലോപ്പ് എന്നൊന്നും പറയാൻ പറ്റുന്ന പടമൊന്നുമല്ല തങ്കമണി, അത് ഗ്യാരണ്ടിയാണ്. പക്ഷെ എന്തുകൊണ്ടോ ദിലീപ് ഏട്ടൻ്റെ കുറച്ച് പടങ്ങൾ ഇപ്പോൾ ഡൗൺ ആകുന്നുണ്ട്. അതെന്ത് കാരണം എന്ന് അറിയില്ല. അതിനെപ്പറ്റി നമ്മൾ ചകയാനൊന്നും നിൽക്കണ്ട. കാരണം മോശം ടൈമും നല്ല ടൈമും ഉണ്ടാവുമല്ലോ. ചിലപ്പോൾ ചങ്ങായിക്ക് ഇപ്പോൾ മോശം ടൈമായിരിക്കും. എന്തായാലും തങ്കമണി റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു റിയൽ സ്റ്റോറി ബേസ്ഡാണ്. അപ്പോൾ ഇപ്പോൾ ഇറങ്ങുന്ന പടങ്ങളിലെ ആ ഒരു റേഞ്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം മോശമില്ലാത്തൊരു പടം തന്നെയാണ് തങ്കമണി. പക്ഷേ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടിയാണ്, സവിതയിൽ നിന്ന് കണ്ടിയാണ്. എനിക്ക് മോശമില്ല എന്ന് തോന്നിയൊരു പടമാണ്. അതും ഏകദേശം ഡിസംബർ 3rd വീക്ക് എന്ന് പറഞ്ഞാൽ അടുത്ത ആഴ്ച അത് ആമസോൺ പ്രൈമിനാണ് കിട്ടിയിട്ടുള്ളത്. ആമസോൺ പ്രൈമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് തിയേറ്ററിൽ ഫ്ലോപ്പാണ്, എല്ലാ കാര്യം പറയണമല്ലോ. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. അത് നിങ്ങൾക്ക് എങ്ങനെ വേണ്ടെങ്കിലും വിലയിരുത്താം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതൊരു ആവറേജ് പടമാണ്. റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. അതിനകത്ത് അത്യാവശ്യം മാസ് ഉണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് നമുക്ക് ഒരു സെൻറ്റിമെൻറ്റ്സ് ഉണ്ടെങ്കിൽ സെൻറ്റിമെൻറ്റ്സും ഉണ്ട്. അതായത് ഒരു നാട്ടിൽ നടക്കുന്ന ഒരു കഥയാണ്. എന്തായാലും നിങ്ങൾക്ക് ഫോണെന്നെല്ലാം കാണുന്നതിന് ഒരിക്കലും ഒരു ബോറായിട്ടൊന്നും തോന്നൂല. കാരണം വെച്ചാൽ നിങ്ങൾക്ക് അഥവാ ബോറാകുന്നുണ്ടെങ്കിൽ ചെറുങ്ങനെ ഒന്ന് അടിച്ച് കളഞ്ഞേക്കേ, കുഴപ്പമില്ല. ചെറുങ്ങനെ ജസ്റ്റ് ഒന്ന് ഫോർവേഡ് അടിച്ചിട്ട് നോക്ക്. അല്ല, അങ്ങനെയും ഞാൻ പറയുന്നത്. അങ്ങനെ നമ്മൾ ഒരാളെ അങ്ങനെ ജസ്റ്റ് എല്ലാം കൊണ്ടും താത്തിക്കിട്ടത്തില്ല. ഇപ്പോൾ ആ ചങ്ങായിൻ്റെ ദിലീപ് ഏട്ടൻ എന്ന് പറയുന്ന ചങ്ങായി ഒരു കാലത്ത് നമുക്ക് മലയാളികൾക്ക് ജനപ്രിയ നായകനാണ്. അപ്പോൾ ആ ചങ്ങായിൻ്റെ പടം ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട്, കുറച്ച് കൊല്ലങ്ങളായിട്ട് പടം വല്ലാണ്ട് ഡൗൺ ആയിട്ട് നിൽക്കുക. അതായത് പടമൊന്നും ഹിറ്റില്ലാണ്ടോ ഒരു ആവറേജ് ലെവലിൽ, ആ ലെവലിൽ പോലും വരുന്നില്ല. അതെന്തുകൊണ്ടാണ് കാരണം എന്താ അറിയില്ല. എന്തായാലും നോക്കാം. ഞാനിപ്പോൾ അതിനെപ്പറ്റി അധികം ഒന്നും പറയുന്നില്ല. അപ്പോൾ ഈ ചില ദിവസങ്ങളിൽ ട്രെൻഡിങ് ആയി ഇറങ്ങാൻ പോകുന്ന പടങ്ങളാണ്. ഞാനത് ഒന്നും കൂടി പറയുന്നത്. ഐ ആം കാതലൻ, നെസ്ലിൻ്റെ. അതൊരു ഹാക്കർ ബേസ്, ഇപ്പോഴത്തെ ന്യൂ ജനറെല്ലാം പറ്റിയ ഒരു പടമാണ്. ഹാക്കർ അങ്ങനെ. പക്ഷേ അതൊരു ആവറേജ് പടമാണ്. പിന്നെ അടുത്ത ഇറങ്ങാൻ പോകുന്ന DNA. തിയേറ്ററിൽ വലിയ ലെവലിൽ ഓളൊന്നും സൃഷ്ടിക്കാത്ത ഒരു പടമാണ്. മമ്മൂട്ടീൻ്റെ ഒരു പെങ്ങളെ മോൻ അതിൻ്റെ അകത്തിൻ്റെ അസ്കർ, പിന്നെ നമിത പ്രമോദ്, പിന്നെ നമ്മളെ റിയാസ് ഭായ്.